രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ നോക്കിയ എല്ലാവരുടെയും ചീട്ടുകളൊക്കെ ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ചീട്ടുകളായിട്ട് ഇങ്ങനെ കീറിക്കൊണ്ടേയിരിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വരണം, പാലക്കാട് മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തതിന് ശേഷം ചാനലിന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം സരിൻ പാലക്കാട് മത്സരിക്കത്തില്ല. സരിൻ മത്സരിക്കാത്തതല്ല, പാർട്ടി സരിന് പാലക്കാട് മത്സരിക്കാനുള്ള സീറ്റ് നൽകത്തില്ല. പാലക്കാട് സരിന് പകരം ഈ പറഞ്ഞിട്ടുള്ള സ്വതന്ത്രനെ നിർത്തുമെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിക്കാൻ, തകർക്കാൻ സരിൻ നടത്തിയ കളികളുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും കണ്ടതാണ്. സരിൻ്റെ നാറിയ കളികൾ പെണ്ണുങ്ങളെ മുമ്പിലിറക്കി സരിൻ കളിച്ച കളികളെല്ലാം കണ്ടതാണ്. എന്നിട്ടും ഈ സരിൻ എന്ത് കിട്ടി? സ്വന്തം പാർട്ടി പോലും സരിനെ എടുത്ത് കറിവേപ്പില പോലെ കളഞ്ഞു. സ്വന്തം പാർട്ടി എന്ന് പറഞ്ഞാൽ സരിൻ വന്നത് ആദ്യം കോൺഗ്രസിൽ നിന്ന് സരിൻ ഭരണപക്ഷത്തേക്ക് ചാടിയതാണ്, കമ്മ്യൂണിസ്റ്റിലേക്ക് ചാടിയതാണ്, CPM-ലേക്ക് ചാടിയതാണ്. എന്നിട്ടും ഈ സരിൻ എന്താണെന്ന് ഈ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് സരിനെ പാലക്കാട് നിർത്താതിരുന്നത്. ഈ പാർട്ടി ഭരണപക്ഷത്തുള്ള ആളുകൾക്കറിയാം, സരിൻ നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് സരിൻ നിന്ന് കഴിഞ്ഞാൽ, കോൺഗ്രസിനെതിരെ നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്ന് നല്ല ബോധ്യം ഭരണപക്ഷത്തിന് ഉണ്ടോണ്ട് മാത്രമാണ് സരിനെ അവിടെ നിർത്താത്തതും പാലക്കാട് ഒരു സ്വതന്ത്രനെ നിർത്താൻ തീരുമാനിച്ചതും. അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം പാലക്കാട് നമുക്കറിയാം, കോൺഗ്രസ് പ്രസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് സരിൻ ഈ പറഞ്ഞിട്ടുള്ള VD സതീശൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും മറ്റുള്ള ആളുകളെയൊക്കെ കാലൊക്കെ താങ്ങി, കാലൊക്കെ നക്കി, കാല് പിടിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ സരിൻ. അപ്പോൾ അങ്ങനെ സരിൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് എനിക്ക് സീറ്റ് നൽകും, പാലക്കാട് എന്നെ നിർത്തൂ എന്നൊരു സരിനൊരു ഇതുണ്ടായിരുന്നു. ഒരു നമ്മളൊരു ചെറിയൊരു മുളയ്ക്കാന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. സരിൻ വിചാരിച്ചത് പാലക്കാട് എന്നെ നിർത്തും എന്ന് ഈ പറഞ്ഞിട്ടുള്ള VD സതീശൻ്റെയൊക്കെ കാല് നക്കിയും ആ കാലൊക്കെ ഒഴിഞ്ഞ് നടന്നിരുന്ന സരിൻ പെട്ടെന്നൊരു ഷോക്ക് സരിന് കിട്ടുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് സരിൻ മത്സരിക്കത്തില്ല, പാലക്കാട് സരിന് സീറ്റ് കൊടുക്കത്തില്ല, സീറ്റ് കൊടുക്കത്തില്ല, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ നിർത്തും. അപ്പം ഷാഫി പറമ്പിലാണ് അത്രയും 3 വട്ടവും പാലക്കാട് നല്ല വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ അടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൽ നിൽക്കുന്നത്. അങ്ങനെ പാലക്കാട് ഷാഫി പറമ്പിൽ 3 വട്ടം നേടിയതിനേക്കാളും ഇരട്ടി റെക്കോർഡ് വിജയത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും ജയിച്ച് MLA സ്ഥാനത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ പാലക്കാട് സരിന് കൊടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത അന്ന് മുതൽ തുടങ്ങിയതാണ് സരിന് ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളൊരു വൈരാഗ്യം. അപ്പം അതിൽ സരിൻ നിരാശപ്പെട്ട്, അപ്പം അതിനോടുള്ളൊരു ദേഷ്യം തീർത്തത് സരിൻ മറുകണ്ഠം ചാടി ഭരണപക്ഷത്തേക്ക് പോവാണ് കോൺഗ്രസിൽ നിന്ന്. അപ്പം അന്നേ സരിനെ അളന്ന് കുറിച്ച് വെച്ചതാണ് ഭരണപക്ഷം. സരിൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു നിലപാടുമില്ലാത്ത, ഒരു സ്വന്തം പാർട്ടിയോട് പോലും ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സരിൻ എന്നും, സരിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് അപകടകരമാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള ഭരണപക്ഷത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വെറുപ്പിക്കാതെ സരിനെ കൊണ്ടുപോയി. അങ്ങനെ സരിൻ എന്താണെന്നറിയോ, ഇവൻ ചെയ്ത് എന്താണെന്നറിയോ, ഇപ്പം അടുത്ത പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നും രാഹുൽ മാങ്കൂട്ടം വീണ്ടും ജയിച്ചു വരും എന്നുള്ളൊരു ഭയം കാരണം അടുത്ത വർഷം സരിൻ അവിടെ നിൽക്കണമല്ലോ, അടുത്ത വട്ടവും സരിൻ അവിടെ നിൽക്കണമല്ലോ. സരിൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോക്കുമെന്ന് സരിന് നല്ലോണം അറിയാം. കാരണം പാലക്കാട് ഇനി രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ആരും വരത്തില്ല, രാഹുലിനെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യനും വരത്തില്ല എന്ന് സരിന് നല്ലപോലെ അറിയാം. അപ്പം വരാനിരിക്കുന്ന ഇലക്ഷനകത്ത് പാലക്കാട് പിടിക്കണം, താൻ ജയിക്കണമെങ്കിൽ രാഹുലിനെ അവിടെ നിന്ന് ചാടിക്കണം. അതാണ് സരിനെ ഇങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു, ഈ രാഹുലിനെ ഇതിലേക്ക് കൊണ്ടുപെടുത്തി രാഹുലിനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കി ഒരു പെണ്ണ് കേസ് കൊണ്ടിട്ട് കുറ്റാരോപിതനാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ പാലക്കാട് വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തും, സരിൻ അവിടെ സുഖമായിട്ട് ജയിച്ചു വരാമെന്നുള്ളൊരു അതിമോഹമുണ്ടല്ലോ, അതാണ് സരിനെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇത് സ്വന്തം പാർട്ടി ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സരിൻ്റെ ഈ ഒരു പാമ്പിനെക്കാളും വിഷമുള്ളൊരു സ്വഭാവം.
അപ്പോൾ അങ്ങനെയാണ് സരിൻ അടുത്ത വട്ടം എനിക്ക് പാലക്കാട് കിട്ടണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുകച്ച് ചാടിക്കണം. പക്ഷേ അത് ഈ പറഞ്ഞിട്ടുള്ള നോർമൽ ആയിട്ടുള്ള രീതിയിൽ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ജനങ്ങൾ പിന്തുണയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പം ഇതുപോലുള്ള പെണ്ണ് കേസ് കൊണ്ടിട്ട് അങ്ങനെ സരിൻ ഈ പറഞ്ഞിട്ടുള്ള MA ഷഹനാസിനെയും മറ്റുള്ള ആളുകളെയൊക്കെ രംഗത്തിറക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനെ കൊണ്ട്. രാഹുലിനെ അവിടെ പാലക്കാട് നിന്നും പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് തനിക്ക് കയറി നിൽക്കാമെന്നുള്ളൊരു അതിമോഹമാണ് സരിൻ അവിടെ കാണിച്ചു കൂട്ടിയത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലേക്ക് കൊണ്ട് ചാടിക്കുന്നതും. ആ സരിൻ്റെ മനസ്സിലുള്ള വൈരാഗ്യം, ആ പാലക്കാട് രാഹുലിന് സീറ്റ് കൊടുത്ത്, കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടം റെക്കോർഡ് വിജയത്തോടു കൂടി അവിടെ ജയിച്ചു വന്നതിൻ്റെ വൈരാഗ്യം തീർക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ടും സരിന് എന്ത് കിട്ടി? ഭരണവശം എടുത്ത് പുല്ലുപോലെ എടുത്ത് വെളിയിൽ കളഞ്ഞല്ലേ? പാലക്കാട് നിർത്തിയോ? സരിൻ പാലക്കാടിന് വേണ്ടിയിട്ട് കളിച്ച നാറിയ കളി കൊണ്ടിട്ട് സരിന് എന്തെങ്കിലും ഗുണം പാലക്കാട് കിട്ടിയോ? ഇല്ല. അവസാനം ഇരുന്ന കസേരയും പോയി, കിടന്ന കസേരയും പോയി, എല്ലാം പോയി. അവസാനമില്ല, നമ്മൾ പറയുമല്ലോ പവനായി ശവമായെന്ന് പറയാം. അതേ അവസ്ഥയാണ് ഇപ്പോൾ സരിന് കിട്ടിയേക്കുന്നത്. കാരണം സരിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കളിച്ച കളികളുടെ മാസ്റ്റർ ബ്രെയിൻ സരിനാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയ ഭരണപക്ഷം സരിനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ 8 നിലയിൽ തൂറിപ്പൊട്ടുമെന്ന് നല്ല ബോധ്യം ഭരണപക്ഷത്തിനുള്ളത് കൊണ്ട് സരിനെ നൈസായിട്ട് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞു. കളഞ്ഞിട്ട് അവിടെ ഒരു സ്വതന്ത്രനെ നിർത്തി കഴിഞ്ഞാൽ ഇച്ചിരിയെങ്കിലും പിന്നെയും വോട്ട് കിട്ടും. പക്ഷെ സരിനെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വോട്ട് ചെയ്യത്തില്ല. നല്ല ബോധ്യം ഭരണപക്ഷത്തിന് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് സരിന് പാലക്കാട് സീറ്റ് കൊടുക്കാതെ സരിനെ എടുത്ത് കളഞ്ഞത്. ഈ ഇലക്ഷന് സരിന് എവിടെയും സീറ്റില്ല. അപ്പം സരിൻ എന്തായാലും സരിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും സരിൻ്റെ ആ ഒരു മനസ്സിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോടുള്ള ഒരു പക ഇല്ല, പാമ്പിനെക്കാളും പക കൊണ്ട് നടക്കുമല്ലോ, അതേ രീതിയിലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ആരെയും മയക്കിക്കളയുന്ന ആ ചിരി, എത്ര പേര് വീണ് പോയ ചിരിയാ. ഇതിൽ എന്താ ഞാൻ പറയണ്ടത്? ഇത് കൂടുതൽ പോസിറ്റീവ് ഉണ്ടോ? ഇതിലും കണ്ടില്ലേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്നൊക്കെ പറയില്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം എക്സ്പോസ് ചെയ്തത് ഞാനാണെന്ന് സരിൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞതാണ്. ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. ഞാനിത് പറഞ്ഞത് ഇപ്പൊ കേരളം പൊതുസംഭവം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമായി ഊന്നി നിന്നുള്ള വിമർശനമല്ല. പാർട്ടിയിൽ പൊതുവിൽ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലർക്ക് വേണ്ടി അയവ് വരുത്തുകയും ചിലർക്ക് വേണ്ടി വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നതിനെയും കൂടിയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയല്ലായിരുന്നു എൻ്റെ കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ കേരളം മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി നമുക്കൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് വിടുന്നതിന് മുൻപേ ധാരണ ഉണ്ടായിരുന്നു? അതായത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു? ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. ഈ സീറ്റിൽ വന്നിരിക്കുന്ന വേറെയും ചിലപ്പോൾ കോൺഗ്രസ്സുകാരെയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യില്ല, അവരോട് ചോദിച്ചാൽ അവർ ക്യാമറയുടെ മുമ്പിലുള്ള ഉത്തരത്തിന് വേണ്ടി ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും അവരുടെയൊക്കെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവരെല്ലാവരും അന്ന് കോംപ്രമൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. എന്നാലും രാഹുലെ ഒരു കൈ തന്നിട്ട് പോന്നൊക്കെ പറഞ്ഞ ഒരു എൻ്റെ അമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടല്ലോ. ഇപ്പോഴും കോടതി വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ല എന്ന്. പിന്നെയും പുള്ളിയെ ഈ പീഡകൻ ഒരു പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരു പീഡകൻ എന്ന് വിളിക്കാൻ ആരാണ് ലൈസൻസ് എന്നത്? ഒരാളെ ഒരു നിരപരാധിയെ പീഡകൻ എന്ന് വിളിക്കാനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കണം. അതാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ സരിൻ ഈ പറഞ്ഞ ഇതിനൊക്കെ ഒരാളെ മോശക്കാരനാക്കി ഇങ്ങനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചതിൻ്റെ പേരിലാണല്ലോ ഈ ഷഹനാസിനെതിരെ MA ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടം നിയമ നടപടി സ്വീകരിച്ചത്. 10 കോടി രൂപയുടെ മാനനഷ്ടത്തിനുള്ള. കാരണം ഒരാളെ പബ്ലിക്കിൽ വന്ന് പീഡകൻ എന്ന് വിളിക്കുന്നത് അത് മാനനഷ്ട കേസ് കൊടുക്കാനുള്ളൊരു ഒരു വകുപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ ഉറപ്പായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇതുപോലുള്ള ഇങ്ങനെ വന്നിരുന്നിട്ട് തന്നെ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള ഊളുകൾക്കെതിരെ നിയമ നടപടിയായിട്ട് തന്നെ മുമ്പോട്ട് പോകണം അല്ലേ? ഇപ്പോൾ ഷഹനാസിനെതിരെ 10 കോടിയുടെ മാനനഷ്ട കേസിനുള്ള ഇത് നോട്ടീസ് അയച്ചതിന് ശേഷം ഷഹനാസ് പിന്നെ മിണ്ടിയില്ല. അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം എല്ലാം നടത്തി. വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്നിട്ട് എന്തോ ഒരു വാക്കുകളാണ് പറഞ്ഞത്, കോഴിക്കാട്ടമെന്നും പീഡകനെന്നും ഒക്കെ ഇങ്ങനെയൊക്കെ ഘോഷിക്കുമ്പോഴത്തേക്ക് അയാൾ നിരപരാധിയാണെന്ന് നിയമപാലകർ തന്നെ അല്ലെങ്കിൽ നമ്മളെ നിയമം നടപ്പാക്കുന്ന സംവിധാനം തന്നെ സിസ്റ്റം തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.